ഇന്ന് സിത്തില്ലാത്തത് കൊണ്ട് ജൂഡിന് മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ ഒരു കോഫി കുടിച്ചാലോ എന്നുള്ളൊരാലോചന. കന്ദസ്വാമിയിലെ കോഫി കുടി പോലെ ഇന്ന് ഞങ്ങൾ ഡൗ ബോട്ടിൽ ചെന്ന് ഒരു കോഫി കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നേരെ മറൂജിലുള്ള ഡൗ ബോട്ട് കോഫി ഷോപ്പിലേക്ക് പോകുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. അങ്ങനെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് ഈ കാണുന്ന ഡൗ ബോട്ടിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. അങ്ങനെ 1 മണിക്കൂർ വേണം ബോട്ടിലേക്ക് കയറുവാൻ. 1.5 മണിക്കൂറാണ് കോഫി കുടിക്കാനുള്ള ജേർണി ടൈമിംഗ്. 5 മണി തുടങ്ങി 6:30 വരെയാണ് ടൈമിംഗ്. ഇതാണ് നമ്മൾ പോകേണ്ട ഉരു. സമയമുള്ളത് കൊണ്ട് ഞങ്ങൾ ബാക്കി സ്ഥലമെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കറങ്ങിക്കാണാൻ വേണ്ടി അങ്ങ് മൂവ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് കാണുന്നത്. മെഡിക്കൽ ക്യാമ്പിൽ ചെന്ന് ഞങ്ങൾ ഇഷ്ടംപോലെ ഫ്രീ ഗിഫ്റ്റുകൾ വാരിക്കൂട്ടി. അതേപോലെ തന്നെ അവർ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഞങ്ങൾക്ക്. അതെല്ലാം ഞങ്ങൾ വളരെ കാര്യമായിട്ട് ലിസൺ ചെയ്തു, അറിവുകൾ സമ്പാദിച്ചു. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും മൂവ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ജെറ്റ് സ്കീ ട്രൈ ചെയ്യാനുള്ള കുറച്ച് പേര് നിൽക്കുന്ന രംഗമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ. ഇത് കണ്ടപ്പോഴാണ് ജൂഡിനൊരാഗ്രഹം, നെക്സ്റ്റ് ഇവരെ പോലെ എനിക്ക് ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന്. അങ്ങനെ ജൂഡിൻ്റെ ആഗ്രഹം നെക്സ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ സാധിച്ചു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ജെറ്റ് സ്കീ ട്രൈ ചെയ്യാൻ വേണ്ടി അവരുടെ സന്തോഷങ്ങളിലേക്ക് പോകുന്ന കാഴ്ച ഞങ്ങൾ കുറച്ചു നേരം കണ്ടു നിന്നു. ജൂഡിന് അപ്പോഴും ഈ കാഴ്ച കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ലായിരുന്നു. അവൾക്കും ഇതുപോലെ തന്നെ ഇപ്പം തന്നെ പോകണമെന്നുള്ള ചെറിയ വാശിയൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നീട് ഒരു ദിവസം പോകാം, ഇതുപോലെ നമുക്ക് ഒരു ദിവസം നല്ല രീതിയിൽ യാത്ര ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. വാക്ക് കൊടുത്തിരിക്കുന്നത് ഞാനായതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവൾ പറയാറുണ്ട്, എൻ്റെ വാക്കും നനഞ്ഞ ചാക്കും ഒരുപോലെയാണെന്ന്. എന്നാലും സാരമില്ല, ഒരു ദിവസം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു യാത്ര. ഇനി ഡൗ ബോട്ടിൽ കയറാനുള്ള സമയമായതുകൊണ്ട് തിരിച്ച് നടക്കുകയാണ്. നടക്കുന്ന വഴി തിരിച്ച് അതേ മെഡിക്കൽ ക്യാമ്പും കടന്നാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇനി അകത്തോട്ടുള്ള യാത്രയാണ് നിങ്ങൾ കാണുന്നത്. ഇതിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഡൗ ബോട്ട് കോഫി ഷോപ്പ്. 1.5 hours ജേർണിയാണ്. ഇത് താഴത്തെ ഡെക്കാണ് ഈ കാണുന്നത്. നല്ല സ്ഥലം, നല്ല ഇരിപ്പിടം, AC കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകം ഒന്ന് കാണിക്കുകയാണ് നിങ്ങളെല്ലാവരെയും. ജൂഡിത കയറി വരുന്നു. അവൾക്ക് ചെറിയ സന്തോഷമൊക്കെ ആയി. പിള്ളേരെല്ലാവരും ഉണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ നേരെ മേലത്തെ നില ലക്ഷ്യമാക്കിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ മേലത്തെ നിലയിലെ ഭാഗമാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും ഏറ്റവും ബാക്കിൽ ഇടം പിടിച്ചിരിക്കുകയാണ്.
അപ്പോഴാണ് തോന്നുന്നത് ഏറ്റവും ബാക്കിൽ ഇടം പിടിച്ചിട്ട് കാര്യമില്ല, നല്ല കാഴ്ചകൾ കാണണമെങ്കിൽ ഫ്രണ്ടിലേക്ക് പോയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ഇടം പിടിക്കാൻ തീരുമാനിച്ചു. ഫ്രണ്ടിലത്തെ വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ബോട്ട് പുറപ്പെട്ടിരിക്കുന്നു. ജൂഡ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കാഴ്ചകളിലേക്ക്. അടുത്ത് കിടക്കുന്ന ഇവനെ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു മനസ്സിനൊരു ഇളക്കം. എന്നാണ് ഇനി ഇതിൽ കയറുക എന്നുള്ളത്. എന്നോട് മന്ത്രിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ഈ കാഴ്ചകളിൽ മുഴുകി ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ്. കാഴ്ചകൾ നല്ല ബോട്ട് അങ്ങനെ ഉൾക്കടലിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉൾക്കടലിലേക്ക് മൂവ് ചെയ്ത് ഞങ്ങളും അതിൻ്റെ ഒപ്പം ആകാംക്ഷയിലാണ്. എല്ലാവർക്കും ഉൾക്കടലിലേക്ക് പോകുന്ന ഒരു ആദ്യത്തെ അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ കടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിലൊരു അതിഥിയും കൂടി ഉണ്ട് കേട്ടോ. ഇവനിങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ സുഖിച്ചിരുന്ന് ഇതിൻ്റെ അറ്റത്തിരുന്ന് ഇങ്ങനെ പോരുകയാണ് അവനും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു നല്ല സൂര്യാസ്തമയം കാണുകയാണ്. ഈ സൂര്യാസ്തമയവും ഹോട്ടലിരുന്ന് കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ജൂഡിനായാലും ഭയങ്കര സന്തോഷം. നെക്സ്റ്റ് ടൈം ഇതുപോലെ തന്നെ വരണമെന്നൊക്കെയാണ് പുള്ളിക്കാരി പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്നാണ് അടുത്ത ട്രിപ്പ് എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ആകാംക്ഷ. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു. ജൂഡിന് ഇനിയും ആകാംക്ഷകളൊന്നും മാറിയിട്ടില്ല. ഈ പ്രദേശത്തൂടെ ഒന്നുകൂടെ അല്ല, ഇനി 3 പ്രാവശ്യം വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ ഇരിപ്പ് നടപ്പൊക്കെ. അങ്ങനെ എല്ലാവരും ഇറങ്ങുകയാണ്, ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ഇതാണ് മേൽഭാഗത്തെ രംഗമാണ് ഒന്നുകൂടെ കാണിക്കുന്നത് ഞാൻ നിങ്ങളെ. അങ്ങനെ ഇതും കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് ഇവനെ എൻ്റെ കണ്ണിൽപ്പെടുന്നത്. ഈ ക്രൂസിനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണും ഒന്ന് മഞ്ഞളിച്ചു. ഇതിലിനി എന്നാണ് എൻ്റെ പയനം എന്നുള്ളതാണ് ഞാനും ഇങ്ങനെ ആഗ്രഹിച്ച് നിന്നത്. ജൂഡനോട് കുറേ പ്രാവശ്യം പറഞ്ഞു ഇനി നെക്സ്റ്റ് ടൈം അതിലും പോകണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു എല്ലാത്തിലും പോകാം, അതിനുള്ള തയ്യാറെടുപ്പാണ് ഇനി നെക്സ്റ്റ് ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചയുടെ അവസാന രംഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ കോഫി കുടിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജെട്ടിയോട് അടുത്തിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ജെട്ടിയിലേക്ക് ഞങ്ങളുടെ ഈ ബോട്ട് അടുക്കുന്ന രംഗം ആണിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ബോട്ട് ജെട്ടിയോട് അടുത്തിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ കാഴ്ചകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ടൈറ്റാനിക്കിനെ ഓർമ്മ വരുന്ന സിനിമയെ ഓർമ്മ വരുന്നത് കേട്ടോ, അതുപോലെ ഒരു രംഗം. ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ പോകുമ്പോഴും പുള്ളിയുടെ കർത്തവ്യത്തിൽ കറക്റ്റായിട്ട് മ്യൂസിക്കൊക്കെ വായിച്ച് ഇങ്ങനെ ഞങ്ങളെ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഓർമ്മയാണ് വന്നത്. ഞാനും കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചു. എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയും കുറച്ച് ഒമാനീസും ഒക്കെ ഉള്ളു ഇനി അവിടെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഏകദേശം ഇറങ്ങി. ഇനി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന അവസാന രംഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാനും താഴെത്തട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഇറങ്ങി. ഞാൻ ആണ് അവസാനമായിട്ടുള്ള ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ളവർ. ജൂഡിന് ഇപ്പോഴും അവിടം വിട്ട് പോരാനുള്ള താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. താഴെത്തട്ടിൽ വന്ന് നിന്ന് പിന്നെയും നിൽക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഇറങ്ങാനുള്ളൊരു മനസ്സ് തോന്നുന്നില്ല. ഇതാണ് അതിൻ്റെ ഉത്ഭാവവും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നതെന്ന് മാത്രം. അങ്ങനെ ഈ കോപ്പി കുടിയും കലാപരിപാടികളും എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ. ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 4 റിയാലാണ് ചാർജ് ചെയ്യുന്നത്. ഒമാനി റിയാലാണ് കേട്ടോ. 4 റിയാൽ ഒമാനി റിയാൽ ചാർജ് ചെയ്യുന്നത്. പിന്നെ അകത്തെ കോഫി കാര്യങ്ങൾ മറ്റ് എക്സ്പെൻസ് എല്ലാം വേറെയാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ നൈറ്റല്ല 6:30 ആയതേ ഉള്ളൂ. 5 o'clock to 6:30 ആണ്. 1.5 hours ആണ് ഇതിൻ്റെ ട്രാവൽ ടൈം. നെക്സ്റ്റ് ടൈമിങ് വന്നത് 7 o'clock സ്റ്റാർട്ട് ചെയ്ത് 8:30 നെക്സ്റ്റ്. ഇത് ഈവനിങ് ടൈമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ ഇറങ്ങി ഹാപ്പിയായി. എല്ലാവർക്കും ഒരു മൂഡൊക്കെ മാറി തിരിച്ച് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. തിരിച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കാർ പാർക്കിംഗ് ഉള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ നൈറ്റ് ഇവിടെ കഴിയുകയാണ്.